വാർത്തകളിലേക്ക് വിശദമായി. ഇടുക്കി മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് മൂന്നാറിൽ LDF ഹർത്താൽ. കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധവും ശക്തമായ സമരങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30 സംഭവം. മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ആന ഓട്ടോയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ഓട്ടോയിൽ തുമ്പിക്കൈ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഇയാളെ അടിച്ചിട്ടു. സമീപത്തെ ഓടയിലേക്ക് മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിയുകയായിരുന്നു. ഓടയിൽ വീണ മണിയെ അവിടെ വെച്ചും ആക്രമിച്ചു. വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും 2 അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. കുട്ടിയും മാതാപിതാക്കളും ഓട്ടോയുടെ അടിയിലകപ്പെട്ടു. அந்த அண்ணன் அப்படியே கீழே விழுந்துருச்சு. டிரைவர் அண்ணன் 2 திண்டிக்காரவங்க அப்படியே வெளியே போயிட்டாங்க. எங்க வீட்டுக்காரு கொஞ்ச நேரம் கழிச்சு அந்த கம்பி எல்லாம் சேர்ந்து அப்படியே அந்த கொம்போடு அமுக்கிருச்சு. நானும் என் பிள்ளை எல்லாரும் கத்தணும். என் வீட்டுக்காரர் அப்படியே இறங்கிட்டாரு. எப்படியோ தப்பிச்சு போயிருக்க. ഈ സമയം ഇതുവഴി വന്ന ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തി മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ஓட்டம் முடிஞ்சு போகும்போது வண்டி மறைச்சு கிடந்துச்சு, தலை குப்புற கிடந்துச்சு. போகும்போது சவுண்டு மட்டும்தான் கிடச்சி. நாங்கள் வண்டியை ஆஃப் பண்ணும்போது ஒன்றுமே சவுண்டு இல்லை. அதுக்கடுத்து மறுபடியும் வண்டி ஸ்டார்ட் பண்ணிட்டு லைட்டை போடும்போது தான் சவுண்டு கிடச்சி. எங்களை காப்பாற்றுங்க. போய் மறுபடியும் பக்கத்தில் போய் பார்க்க அந்த அக்காவும் அந்த பிள்ளைங்களும் உள்ளே ரொம்ப மூச்சு முட்டத அளவுக்கு இருந்தாங்க. அந்த அக்காவங்கெல்லாம் மேலே தூக்கி எடுத்து அதுக்கடுத்து அந்த அக்கா சொல்லிச்சு எங்களை காப்பாற்ற விடுங்க, ஃபஸ்ட்டு அந்த அண்ணன் போய் காப்பாற்றுங்க போய் சொன்னோன்னு நாங்கள் போய் தூக்க போகும்போது அந்த அண்ணன் காணுக்குள்ள கிடந்தாரு. அங்கேருந்து எடுக்க போகும்போது அண்ணன் 2 குறுக்கெலும்பு ஒழிஞ்சு தான் இருந்துச்சு. உடம்பு ஃபுல்லாக ബ്ലഡാக தான் இருந்துச்சு. தூக்கிட்டு വണ്ടിയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. ഓട്ടോയുടെ അടിയിലകപ്പെട്ടെങ്കിലും കുട്ടിക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോയിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ മൂന്നാർ വില്ലേജിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. இப்படி தொடர்ச்சியாக இந்த மாதத்திலே 3 பேர்கள் மரணப்பட்டு கொண்டிருக்கின்றார்கள். ஆனால் கேரள ஃபாரஸ்ட் யாதொரு நடவடிக்கையும் எடுக்காத காரணத்தால் நம் சர்க்கார் சரியான நடவடிக்கை எடுக்க வேண்டும் என்பதை வலியுறுத்தி கொண்டு LDFின் சார்பாக மூணார் வில்லேஜில் ஹர்த்தால் அறிவிப்பதற்காக தீர்மானிக்கப்பட்டிருக்கின்றது என்பதை தெரிவித்துக் கொள்கின்றேன். അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധവും വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ശക്തമായ സമരങ്ങളും നടത്തും. ഇത് നിത്യസംഭവമായതോടെ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ചിന്നക്കനാലിലും മൂന്നാറിലുമായി 4 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, വയനാടിന് പിന്നാലെ ഇടുക്കിയിലും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്? വനംവകുപ്പ് എന്തൊക്കെ തുടർ നടപടികളാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്? ലിബീഷ്, ഇന്ന് LDFിന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ മൂന്നാറിൽ ആഹ്വാനം ചെയ്തത്. മൂന്നാർ വില്ലേജിലാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ ടൗണിൽ വലിയ റോഡ് ഉപരോധവും അതോടൊപ്പം തന്നെ വനവകുപ്പ് ഓഫീസിലുള്ള പ്രതിരോധവും തീർക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 മാസത്തിനിടെ മൂന്നാറിൽ പൊഴിഞ്ഞത് 2 ജീവനാണ്. അതോടൊപ്പം തന്നെ ചിന്നക്കനാലടക്കം കഴിഞ്ഞ 2 മാസത്തിനിടെ 4 ജീവനുകളാണ് കാട്ടാനക്കലിയിൽ പൊഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തമിഴ്നാട് സ്വദേശി, അതായത് തെന്മല ഡിവിഷനിൽ ജനുവരിയിൽ മരിച്ച തമിഴ്നാട് സ്വദേശി മരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ടൗണിൽ റോഡ് ഉപരോധവും അതോടൊപ്പം തന്നെ പ്രകടനവും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ പടയപ്പ എന്ന് പറയുന്ന കാട്ടുകൊമ്പൻ ലോറിക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് നൈമക്കാട് റോഡിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. ഈ സമയത്തെല്ലാം വനംവകുപ്പ് ഇവിടെ എത്തിയില്ലെന്നുള്ളൊരു വിവിധ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. ഈ ആനയെ തുരത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയോടെ തന്നെ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ട് പോലും വനംവകുപ്പ് ഈ സ്ഥലത്ത് എത്തിയില്ല എന്നുള്ള വ്യാപക ആക്ഷേപം തന്നെ ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ മുമ്പോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് LDFിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഹർത്താൽ ആചരിക്കുന്നത്. രാവിലെ 6 മണി
മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് മൂന്നാറിലെ ഹർത്താൽ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും റോഡ് ഉപരോധവും കോൺഗ്രസ് ഈ വനവകുപ്പ് ഓഫീസിലേക്കുള്ള ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്താനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. ഈ ഒരു ജീവൻ പൊലിയാൻ പാടില്ല, അല്ലെങ്കിൽ കാട്ടാനകൾ കൃത്യമായി തുരത്താനുള്ള ഒരു വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഈ മരിച്ച മണിയിൽ നിന്ന് ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിൽ ഭാര്യയും 2 പിള്ളേരുമാണ് ഉള്ളത്. അത് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നത്. കാരണം ഈ നിരവധി തവണ ഈ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പലരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊക്കെ തന്നെയാണ് ജനപ്രതിനിധികളെല്ലാം തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശക്തമായ ഒരു സമരപരിപാടികൾക്ക് LDFും അതോടൊപ്പം തന്നെ കോൺഗ്രസും നേതൃത്വം വഹിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം റോഡ് ഉപരോധവും അതോടൊപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികളും കോൺഗ്രസും രംഗത്തും അതോടൊപ്പം തന്നെ LDFും ഈ ഹർത്താൽ പൂർണ്ണമായി തന്നെ ആചരിക്കാൻ തന്നെ LDFിന്റെ ഒരു തീരുമാനം. കാരണം ഇനി ഒരു ജീവൻ പൊലിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം ഉന്നയിച്ചു തന്നെയാണ് ഇന്നും ഈ LDFും ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ ഹർത്താൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയുന്നത്. രാവിലെ 6 മണി മുതലാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി എല്ലാവരും പോയപ്പോൾ ജനപ്രതിനിധികളടക്കം ഇന്നലെ രാത്രി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം തൊഴിലാളികളടക്കം നിരവധി തൊഴിലാളികളായിരുന്നു ഈ കന്നിമല എസ്റ്റേറ്റിൽ നിന്നും നിരവധി തൊഴിലാളികളാണ് ഈ ആശുപത്രിയിൽ വന്ന് വലിയ അലമുറയിട്ട് കരയുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഏതായാലും അത്തരത്തിൽ ഇനിയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് തൊഴിലാളി കുടുംബങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഈ ഹർത്താലിനും അതോടൊപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികൾക്കെല്ലാം തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗിരീഷ്. ശരി ബിനീഷ്, കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തം. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.